വയനാട്ടിലെ വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിച്ച് രാഹുൽ ഗാന്ധി വയനാട്ടിൽ ഇന്ത്യ മുന്നണിയുടെ പിന്തുണയോടെയാണ് വയനാട്ടിൽ മത്സരിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധിയുടെ പേരിൽ പുറത്തിറങ്ങിയ പ്രചാരണ നോട്ടീസിൽ പറയുന്നു. അനൂപ് കെ ആർ വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അനൂപ്, ഇങ്ങനെയൊരു നോട്ടീസ് പുറത്തിറങ്ങിയതുമായി ബന്ധപ്പെട്ട സാഹചര്യത്തെ UDF ക്യാമ്പ് എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണെന്ന് വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിച്ചാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു തെരഞ്ഞെടുപ്പ് ലഘുലേഖ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരിക്കുന്നത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് രാഹുലിന്റെ ഒപ്പോടുകൂടി വിതരണം ചെയ്ത ലഘുലേഖയിലാണ് ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന പരാമർശങ്ങളുള്ളത്. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം നേരത്തെ വിമർശിക്കപ്പെട്ടപ്പോൾ വയനാട്ടിലേക്ക് എത്തി LDFിനെതിരെ മത്സരിക്കുന്ന ഒരു സാഹചര്യം വിമർശിക്കപ്പെട്ടപ്പോൾ ആ ഘട്ടത്തിൽ ഇന്ത്യ സഖ്യം കേരളത്തിൽ ഇല്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ തീർത്തു പറഞ്ഞിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ വിചിത്ര ലഘുലേഖ എന്നതാണ് പ്രധാനപ്പെട്ടത്. മണ്ഡലത്തിനു വേണ്ടി ഒന്നും ചെയ്യാതിരുന്ന രാഹുൽ പരാജയ ഭീതിയിലാണ് ഇത്തരത്തിൽ ഉള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന ലഘുലേഖയുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് എന്നാണ് LDF ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. ഇന്ത്യ മുന്നണിയുടെ പിന്തുണയുള്ള ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നതാണ് ലഘുലേഖയിലെ അവകാശവാദം. കേരളത്തിൽ ഇന്ത്യ മുന്നണി സംവിധാനം ഇല്ല. LDFും UDFും തമ്മിലാണ് മത്സരം. ഇത് നേരത്തെ തന്നെ LDFും UDFും വ്യക്തമാക്കിയതാണ്. BJPക്കെതിരെ മത്സരിക്കണമെന്ന ആവശ്യം നേരത്തെ തള്ളുകയും കേരളത്തിൽ LDFിനെതിരെ മത്സരിക്കുന്നതിൽ ഇന്ത്യ മുന്നണിയിൽ തന്നെ നേരത്തെ തന്നെ ആ ഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ വലിയ വിമർശനങ്ങൾ നേരിടുകയും ആ വിമർശനങ്ങൾ നിലനിൽക്കെ രാഹുലിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കപ്പെടുകയുമാണ് ചെയ്തത്. ഏതായാലും ഇത്തരത്തിലെല്ലാം ഉള്ള എതിർപ്പ് കൂടി നിലനിൽക്കുന്നതിനിടെയാണ് UDFിന്റെ ഈ വിചിത്ര ലഘുലേഖ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. രാഹുലിന്റെ ചിത്രം വെച്ചുള്ള ഈ നോട്ടീസ് UDF പ്രവർത്തകർ വീടുകളിൽ എത്തിക്കുകയും പ്രചാരണത്തിന് ഉപയോഗിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. മുന്നണി സമവാക്യങ്ങളെ ഇത്തരത്തിൽ നേരത്തെ തന്നെ വെല്ലുവിളിച്ചാണ് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം. ഇന്ത്യ മുന്നണി സമവാക്യങ്ങളെ വെല്ലുവിളിച്ചാണ് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടത്. CPIയുടെ ആനി രാജ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശേഷമാണ് ദേശീയ തലത്തിൽ ഇത്തരത്തിൽ മുന്നണി സംവിധാനത്തിലുള്ള രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വവും പിന്നാലെ വന്നത്. ഏതായാലും ഈ സംഭവത്തിനെതിരെ, ഈ ലഘുലേഖയിൽ ഈ ഒരു അവകാശവാദത്തിനെതിരെ ശക്തമായ വിമർശനം വയനാട് മണ്ഡലത്തിൽ രൂപപ്പെടുകയാണ്. LDF ശക്തമായ പ്രതിഷേധവും എതിർപ്പും വിമർശനവും ഇതിനെതിരെ ഉയർത്തിക്കഴിയുകയും ചെയ്തു. ഏതായാലും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് ശേഷം രാഹുൽ ഗാന്ധി മണ്ഡലത്തിൽ എത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ വരവ് അടുത്ത ഈ മാസം ആദ്യം ഏപ്രിൽ ആദ്യത്തോടുകൂടി ഉണ്ടാവുമെന്നാണ് അറിയുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് താൻ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായാണ് വയനാട്ടിൽ മത്സരിക്കുന്നത് എന്ന വാദം രാഹുൽ ഉയർന്നത്. രാഹുലിന്റെ ഒപ്പോടുകൂടി ഔദ്യോഗികമായി പുറത്തിറക്കിയ ലഘുലേഖയിലാണ് ഇത്തരം വാദങ്ങളെല്ലാം തന്നെ ഉള്ളത്. അതേസമയം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ഒരു അനുകൂല സാഹചര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ വയനാട്ടിൽ ഇല്ലെന്നും ശക്തമായ രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നതെന്നും ശക്തമായ പ്രചാരണ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും UDF തന്നെ നേരത്തെ വിലയിരുത്തിയിരുന്നു അവരുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളും മറ്റും. ഈ സാഹചര്യങ്ങൾ, ഈ പ്രതികൂല സാഹചര്യങ്ങളെ മറികടക്കാനുള്ള തന്ത്രം എന്ന രീതിയിലാണ് വലിയ വിമർശനവും ഇപ്പോൾ LDFിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നൊരു സാഹചര്യമുണ്ട്. വയനാട്ടിൽ വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ലഘുലേഖ പുറത്തിറങ്ങിയിരിക്കുന്നത്. അനൂപ് കെ ആറാണ് വിശദാംശങ്ങൾ നൽകിയത്.